ഡിഫറൻഷ്യൽ ഫോംസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുകയാണ്. അതിനകത്ത് വേറൊരു ഡെഫിനേഷനും കൂടെ ഉണ്ട്. ഡിഫറൻഷ്യൽ ഫോമിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുന്ന വഴി പിന്നെ അതിനകത്ത് വെഡ്ജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. സോ നോക്കാം. സോ എന്തിനാണ് ഡിഫറൻഷ്യൽ ഫോംസ്? ഇറ്റ് ഈസ് എ മെഷീനറി ബിഹൈൻഡ് സ്റ്റോക്സ് തിയറം ഇൻ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ്. നമ്മൾ സ്റ്റോക്സ് തിയറത്തിൻ്റെ ജനറലൈസേഷനിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. സോ സ്റ്റോക്സ് തിയറം ഇൻ മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് അത് ഡിഫൈൻ ചെയ്യാനുള്ള മെഷീനറിയാണ്. പിന്നെ ഇത് ചെയ്യുന്നത് ജനറലൈസസ് ദ വെക്ടർ കാൽക്കുലസ് തിയറം കോൾ ഡൈവർജൻസ് സ്ക്രീൻസ് ആൻഡ് മൂവ്. ഈ വെക്ടർ കാൽക്കുലസ് തിയറങ്ങളെ ജനറലൈസ് ചെയ്യുന്നു. അതിനകത്ത് ചലഞ്ച് എന്ന് പറഞ്ഞാൽ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ഫോംസ്, ബൗണ്ടറീസ് ആൻഡ് ഓറിയൻറ്റേഷനാണ് ഇത് ചെയ്യാനുള്ള ചലഞ്ചസ്. സോ അതിനുവേണ്ടി നമ്മൾ കോമ്പാക്റ്റ് എന്നൊരു അസംഷൻ കൊണ്ടുവന്ന ചലഞ്ച് മറികടക്കുകയാണ് ചെയ്യുന്നത്. കാണാൻ പറ്റും. ഓൺ സെറ്റപ്പ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൂഫ് ഓഫ് പീക്ക് തിയറം ബിക്കം സിമ്പിൾ. അപ്പോൾ ഇതിന് ശേഷം വരുന്ന തിയറത്തിൻ്റെ കാര്യങ്ങൾ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോകുന്നത്. സോ ഇതിൽ കോമ്പാക്റ്റ് സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഴിഞ്ഞ സ്ലൈഡിൽ, അതിൻ്റെ അസംഷനാണ്. Previously we only considered derivatives or functions on open sets. അവിടെ എന്താ പ്രശ്നം? ബൗണ്ടറീസ് റൈസ് ഡിഫിക്കൽട്ടീസ്, ബൗണ്ടറി വാല്യൂസിന് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് now we discuss differential functions on compact set. അപ്പോൾ അവിടെ എന്താ കൺവെൻഷൻ? എ ഫംഗ്ഷൻ f is defined on a compact set d subset of Rk is a C mapping, that is all partial derivatives are continuous. Then if there exists an open set W contains D and a C mapping G with Gx is equal to for x for all x in T. അതാണ് നമ്മൾ സ്വീകരിക്കുന്ന കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ വരുന്നത് ഡെഫിനിഷൻ ഓഫ് കെ സർഫസസ്. എന്താ കെ സർഫസ്? സപ്പോസ് E is an open set in Rn and a K surface in E is a C mapping phi from the compact set D subset of Rk into E. U is equal to U1, U2, etc. Uk belongs to D. Then phi is defined from D into E. Typically D is a K cell or a K simplex ആയിട്ടാണ് D എടുക്കുന്നത്. സോ ഇതിനെയാണ് ഒരു കെ സർഫസ് എന്ന് പറയുന്നത്. സോ കെ സർഫസ് ആർ മാപ്പിംഗ്, നോട്ട് സബ്സെറ്റ്സ്. കെ സർഫസ് എന്ന് പറഞ്ഞാൽ മാപ്പിംഗ്സ് ആണ്, ഡിഫൈൻ ചെയ്ത രീതിയിലുള്ള മാപ്പിംഗ്സ് ആണ്. സോ വൺ സർഫസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഒരു പാരാമീറ്ററൈസ്ഡ് ഡിഫറൻഷ്യൽ കർവ് ആയിരിക്കും. പാരാമീറ്ററൈസേഷൻ നമ്മൾ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ ഇതിലൂടെ വൺ സർഫസ് എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററൈസ്ഡ് ഡിഫറൻഷ്യൽ കർവാണ്. പാരാമീറ്ററൈസ് എന്ന് പറഞ്ഞാൽ ഒരു മെഷറുള്ള, അളക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഷർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ കർവുകളാണ്. സോ ഇതാണ് കെ സർഫസിൻ്റെ ഡെഫിനിഷൻ. ഇനി ഡിഫറൻഷ്യൽ ഫോമിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സപ്പോസ് E is an open set in Rn, a differential form of order k greater than or equal to 1 in E is a function. എന്താണ് ഡിഫറൻഷ്യൽ ഫോം? W is equal to summation a I1 etc. ik of x into dxi into etc. dxik. ഇത് വെഡ്ജ് പ്രോഡക്റ്റാണ്. വെഡ്ജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു കാണുന്ന സിമ്പിളാണ് വെഡ്ജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. വെഡ്ജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ dxiകളെ മൾട്ടിപ്ലൈ ആണ്. അത് ആൻറ്റി സിമെട്രിക് ആണെന്ന് പറയാം. അതായത് dx1 dx2ൻ്റെ വെഡ്ജ് പ്രോഡക്റ്റിൻ്റെ തിരിച്ചിടുവാണെങ്കിൽ നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് വെഡ്ജ് പ്രോഡക്റ്റിൻ്റെ അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ ഓർഡർ കൺസിഡർ ചെയ്യും. അപ്പോൾ ഓർഡർ മാറുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. അങ്ങനെയുള്ള പ്രോഡക്റ്റ് സാധാരണ നമുക്ക് dx into dy is equal to dy into dx എന്ന് എഴുതാൻ പറ്റില്ല. വെഡ്ജ് പ്രോഡക്റ്റ് ആകുമ്പോൾ dy into dx എന്ന് എഴുതാൻ മൈനസ് സൈൻ ഇടണം. അതാണ് അപ്പോൾ ആ ഓറിയൻറ്റേഷനോടെ കൺസിഡർ ചെയ്യും. സോ അതാണ് ഡിഫറൻഷ്യൽ ഫോമിൻ്റെ ഡെഫിനേഷനിൽ വരുന്ന ഒരു കാര്യം. ദെൻ കോഎഫിഷ്യൻസ് a I1 etc. are real numbers continuous in E. The indices I1 etc. ik range from 1 to n. A zero form is just a continuous function in E. The simple an inverter B is called the wedge product. എന്താണ് വെഡ്ജ് പ്രോഡക്റ്റ് എന്ന് നോക്കൂ. The wedge product combines difference like dxi dj into dxi wedge product dxj. This operation is anti-symmetric. എന്ന് വെച്ചാൽ dxi wedge product dxj എന്ന് പറയുന്നത് മൈനസ് dxj with product dxi ആയിരിക്കും for identical set. The wedge product encodes oriented area, volume or higher dimensional spaces. It generalizes the idea of area elements in the calculus. So calculusലെ ഏരിയ എന്നുള്ള കൺസെപ്റ്റിനെ ജനറലൈസ് ചെയ്യാണ് വെഡ്ജ് പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഏരിയയിൽ ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ലെങ്തും ഒന്ന് തന്നെയാണല്ലോ നമ്മൾ 2 ഡയമെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്നല്ല, അതിൻ്റെ ഏരിയയ്ക്ക് നെഗറ്റീവ് ഏരിയ എന്നുള്ളത്, ഏരിയയ്ക്ക് ഡയറക്ഷൻ കൂടെ കൊടുക്കുകയാണ് വെഡ്ജ് പ്രോഡക്റ്റ് ചെയ്യുന്നത്. So it is not exponentiation rather than it signals the oriented product of infinitesimal elements crucial in integration over surfaces. For example, dx wedge product dy is a correct area element in the xy plane. xy പ്ലെയിനിലാണെങ്കിൽ dx dy ആണ്, yx പ്ലെയിനിലാണെങ്കിൽ dx dy നെഗറ്റീവ് ആവും. അതാണ് അപ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷനെ കൂടെ നമ്മൾ കൺസിഡർ എടുക്കും. അപ്പോൾ നമുക്ക് ഇൻ
ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഫോംസിനെ എങ്ങനെ എഴുതാൻ പറ്റും? Given a curved surface phi from D to E, an integration is defined by integral over phi. The K surface ഇവിടെയാണ് ഇവിടെ integration. Integral over phi W is equal to integral over D. അപ്പോൾ over phi integral എങ്ങനെ എഴുതാം? Integral over D of a summation I1 etc. ik of phi u, and this is the partial derivative of all axes in all variables du. ഇത് ജക്കോബിയൻ. എവിടെ ഇത് ജക്കോബിയൻ ഏതാണ്? ഇതാണ് ജക്കോബിയൻ എന്ന് പറയുന്നത്. ജക്കോബിയൻ ഇങ്ങനൊരു നൊട്ടേഷൻ കൂടി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ യൂണിറ്റ് 3 എഴുതിയിരുന്നു. So Jacobian corrects of change in area volume under mapping. The integration uses the parameter domain D and the image phi D. So ഇതാണ് ഇങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഫോമും ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഫോമിൻ്റെയും ഡെഫിനിഷൻ.